ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് തൊഴിൽ സ്ഥലത്തിലെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ജോലിസ്ഥലത്താണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്തെ മാനസിക ആരോഗ്യം, അതായത് വർക്ക് പ്ലേസ് മെൻ്റൽ ഹെൽത്ത്, ജീവിതത്തിലെ സമാധാനത്തിനും പ്രൊഡക്ടിവിറ്റിക്കും വളരെയധികം അത്യാവശ്യമാണ്. ആധുനിക ജീവിതത്തിൽ സ്ട്രെസ്, പ്രഷർ, ടൈം ഡെഡ്ലൈൻ, കോമ്പറ്റീഷൻസ് എന്നിവയുടെ സമ്മർദ്ദത്തിൽ പലരും അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് പലപ്പോഴും ആശങ്ക, വിഷാദം, ഉറക്കക്കുറവ് തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. പല ജീവനക്കാർക്കും മനസ്സിൻ്റെ ക്ഷീണം അത്ര ഗൗരവമുള്ളതാണ്, അത് ജോലിയിലും കുടുംബജീവിതത്തിലും പ്രതിഫലിക്കുന്നു എന്നുള്ള സത്യം അവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഞാനാണ് ബലഹീനൻ എന്ന ഭയം കാരണം അവർ അതിനെ തുറന്ന് പറയുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊളീഗ്സിന് എന്തായിരിക്കും എന്നെക്കുറിച്ചുള്ള ചിന്ത, ഞാൻ വളരെ വീക്കാണ് എന്നുള്ള ചിന്തകളൊക്കെ അവരുടെ ഉള്ളിൽ അവരെ ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിൽ നിന്നത് തടസ്സപ്പെടുത്താറുണ്ട്. ഇതാണ് ഏറ്റവും വലിയ അപകടം. മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തിൻ്റെ ഭാഗമാണ് എന്ന ബോധം സമൂഹത്തിൽ ശക്തമാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി തൊഴിൽ മേഖലയിൽ നമുക്ക് കൊണ്ടുവരാവുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സജഷൻസ് എന്ന് പറയുന്നത്, ജീവനക്കാരുടെ മനസ്സിൻ്റെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുക. മെൻ്റൽ വെൽബീയിങ് ഫോർ ദ കൊളീഗ്സ് ഓർ കമ്പനീസ്, കോവർക്കേഴ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ബോധ്യം എല്ലാവരിലും എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സൗഹൃദപരമായ, സമ്മർദ്ദരഹിതമായ ജോലി അന്തരീക്ഷം സൃഷ്ടിക്കുക. ജീവനക്കാരെ കേൾക്കുന്ന മനോഭാവം പുലർത്തുക. അതായത് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാണ്ട്, എപ്പോഴും അവരുടെ നെഗറ്റിവിറ്റി മാത്രം നോക്കാണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റിയും അവരിടുന്ന എഫേർട്ടിനെയും അപ്രിഷ്യേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ വലിയൊരു ഭാഗമാണ്. മാനസിക ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ പലപ്പോഴുമായിട്ട് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ സംഘടിപ്പിക്കാൻ നോക്കുക. അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് കൊണ്ടുവരിക. വിർച്വലായാലും ഓഫ്ലൈൻ ആയാലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലോട്ട് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുക. ഇനി തൊഴിലാളികൾ എന്ന് പറയുന്നവർക്ക് സ്വയം അവരെ പരിചരിക്കാൻ ശ്രദ്ധിക്കണം. സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കിടെ വിശ്രമം എടുക്കുക, നന്നായി ഉറങ്ങുക, നന്നായി വെള്ളം കുടിക്കുക. ജോലി ജീവിത ബാലൻസ്, ലൈഫ് വർക്ക് ബാലൻസ് പരമാവധി പാലിക്കുക. അതിനായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫ്ലെക്സിബിൾ ടൈം ടേബിൾ കൊണ്ടുവരാൻ നോക്കുക. അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ തന്നെ നമ്മൾ സഹായം തേടാൻ